ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അപ്പത്തിനും പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു കടലക്കറി റെഡിയാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. തലേദിവസം തന്നെ കുറച്ച് കടല എടുത്ത് വെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് നല്ലപോലെ കഴുകി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇഞ്ചി, പച്ചമുളക്, സബോള, കറിവേപ്പില, വെളുത്തുള്ളി ഇത്ര ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ആവശ്യം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. നമ്മുടെ കടലയിൽ ഉപ്പിടാണ്ട് തന്നെ വേവിച്ചുകൊണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കടല മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ സബോള വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ മൂത്ത് വന്ന ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കടലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കടലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.